പ്രിയ ശ്രോതാക്കളെ, ദി സ്റ്റോറി ഓഫ് ദി സെയിൻസിൻ്റെ 264 അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. വിശുദ്ധ എപ്രാസെമയ്ക്ക് ശേഷം ഈ ആഴ്ച അയർലൻഡിലെ വിശുദ്ധ ഫിയാക്കറെക്കുറിച്ചാണ്. കുലീന കുടുംബത്തിലായിരുന്നു വിശുദ്ധ ഫിയാക്കറിൻ്റെ ജനനം. ഫ്രാൻസിൽ വിശുദ്ധ ഫിയാക്കറെ എന്നറിയപ്പെട്ടിരുന്നു. ഒരു മെത്രാന്റെ കീഴിൽ വിദ്യ അഭ്യസിച്ച ഫിയാക്കർ തികഞ്ഞ ദൈവഭക്തിയിൽ തന്നെ വളർന്നു. ഭൗതികമായ നേട്ടങ്ങളെല്ലാം തന്നെ ക്രിസ്തുവിനെ നേടുന്നതിന് ഉപകാരശൂന്യമാണെന്ന് മനസ്സിലാക്കിയ ഫിയാക്കർ ദൈവത്തിന് തന്നെ സമർപ്പിച്ചുകൊണ്ട് ഏകാന്തവാസം നയിക്കുവാനായി ചില ഭക്തരായ സഹചാരികൾക്കൊപ്പം തന്റെ രാജ്യം വിട്ട് ഫ്രാൻസിലേക്ക് പോയി. ഫ്രാൻസിലെ മിയോക്സ നഗരത്തിലെത്തിയ ഫിയാക്കർ അവിടുത്തെ മെത്രാനായിരുന്ന വിശുദ്ധ ഫറായുടെ അടുത്തെത്തി. ഫിയാക്കർ മെത്രാനെ സ്വയം പരിചയപ്പെടുത്തിയപ്പോൾ അപരിചിതനിലെ നന്മയുടെയും കഴിവിന്റെയും അടയാളങ്ങൾ കണ്ട് ആ പിതാവ് അതിശയപ്പെടുകയും ബ്രീ എന്ന പ്രവിശ്യയിലെ ബ്രിയൂലി എന്ന വനത്തിൽ ഏകാന്തവാസത്തിനുള്ള സൗകര്യം നേടിക്കൊടുക്കുകയും ചെയ്തു. ഫിയാക്കർ അവിടുത്തെ മരങ്ങൾ വെട്ടിത്തെളിച്ച് നിലം വൃത്തിയാക്കി ചെറിയ തോട്ടത്തോടു കൂടിയ ഒരു പർണശാല കെട്ടിയുണ്ടാക്കി. പരിശുദ്ധ കന്യകയുടെ നാമധേയത്തിൽ ഒരു പ്രാർത്ഥനാ മുറിയും അതിൽ ഉണ്ടാക്കി. തന്റെ ദിവസത്തിന്റെ ഭൂരിഭാഗം സമയവും ഫിയാക്കർ എന്ന സന്യാസി അവിടെ പ്രാർത്ഥനയിൽ ചെലവഴിച്ചു. അദ്ദേഹം തന്റെ തോട്ടം കിളച്ചുമറിക്കുകയും ചെയ്തു. ഉപജീവനത്തിനാവശ്യമായവർക്കായി കഠിനാധ്വാനം ചെയ്യുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ ജീവിത രീതി വളരെ കർശനമായിരുന്നു. ക്രമേണ നിരവധി പേർ ഉപദേശത്തിനും ആശ്വാസത്തിനുമായി വിശുദ്ധനെ സന്ദർശിക്കുവാൻ തുടങ്ങി. പിന്നീട് വിശുദ്ധൻ തന്നെ മുറിയിൽ നിന്നും കുറച്ചു ദൂരെയായി അപരിചിതർക്കും തീർത്ഥാടകർക്കുമായി ഒരു ആശുപത്രി നിർമ്മിച്ചു. അവിടെ അദ്ദേഹം തന്റെ സ്വന്തം കൈകൾ കൊണ്ട് ദരിദ്രരായ രോഗികളെ ശുശ്രൂഷിച്ചു. അനേകം രോഗികൾക്ക് അവിടെ വെച്ച് രോഗശാന്തി ലഭിച്ചിട്ടുണ്ട്. എന്നാൽ ഒരിക്കൽ പോലും സ്ത്രീകളെ തന്റെ ആശ്രമ പരിസരത്ത് പ്രവേശിക്കുവാൻ വിശുദ്ധൻ അനുവദിച്ചിരുന്നില്ല. ഇത് ഐറിഷ് സന്യാസിമാർ കണിശമായി പാലിച്ചിരുന്ന ഒരു നിയമമായിരുന്നു. തന്റെ മരണം വരെ വിശുദ്ധ ഫിയാക്കർ ഈ നിയമം തെറ്റിച്ചിരുന്നില്ല. ഈ നിയമം തെറ്റിക്കുന്നവർ ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ടെന്ന് മാബിലോന പ്രസീസും രേഖപ്പെടുത്തിയിരിക്കുന്നു. 1620 പാരീസിലെ ഒരു വനിത തനിക്ക് ഈ നിയമമൊന്നും ബാധകമല്ല എന്ന് ഭാവിച്ചുകൊണ്ട് പ്രാർത്ഥനാ മുറിയിൽ കയറി. അവിടെ വെച്ച് അവർക്ക് ബുദ്ധിപരമം സംഭവിക്കുകയുണ്ടായെന്ന് പറയപ്പെടുന്നു. ഒരു ഉന്നത കുലജാതനും വിശുദ്ധ ഫിയാക്കറിന്റെ ബന്ധുവുമായ വിശുദ്ധ ചില്ലൻ റോമിൽ നിന്നും തിരിച്ചുപോകുന്ന വഴിയിൽ വിശുദ്ധനെ സന്ദർശിക്കുകയും അദ്ദേഹത്തിന്റെ ശിക്ഷണത്തിൽ കുറച്ചുകാലം കഴിയുകയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹം പിന്നീട് വിശുദ്ധ ഫിയാക്കറിന്റെ ഉപദേശത്താൽ മെത്രാന്മാരുടെ അനുവാദത്തോടുകൂടി മേയർ രൂപതകളിൽ പ്രത്യേകിച്ച് അമരാസിൽ വളരെ വിജയകരമായ സുശേഷ പ്രഘോഷണം നടത്തി. ഹെക്ടർ ബോയ്റ്റ്ലസ്, ഡേവിഡ് കമേരിയൂസ്, മെത്രാനായിരുന്ന ലെസ്ലി എന്നിവരുടെ വിവരണം അനുസരിച്ച് ക്ലോട്ടയർ രണ്ടാമന്റെ കാലത്ത് സ്കോട്ട്ലൻഡ് രാജാവിന്റെ മൂത്ത പുത്രനായിരുന്നു വിശുദ്ധ ഫിയാക്കർ. തന്റെ രാജ്യത്തിന്റെ പ്രതിനിധികൾ ഫ്രാൻസിലെത്തി വിശുദ്ധനോട് തിരികെ വന്ന് രാജഭരണം ഏറ്റെടുക്കുവാൻ ആവശ്യപ്പെട്ടുവെങ്കിലും അനശ്വരമായ കിരീടം നേടുവാനായി തന്റെ ഭൗതിക നേട്ടങ്ങൾ ഉപേക്ഷിക്കുകയാണ് എന്നായിരുന്നു വിശുദ്ധന്റെ മറുപടി. എന്നാൽ ഈ സംഭവങ്ങളൊന്നും വിശുദ്ധന്റെ പുരാണ ജീവചരിത്രത്തിൽ പരാമർശിച്ചിട്ടുള്ളതായി കാണുന്നില്ല. 670 ഓഗസ്റ്റ് 30 വിശുദ്ധൻ മരണപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ സ്വന്തം പ്രാർത്ഥനാ മുറിയിൽ തന്നെയായിരുന്നു വിശുദ്ധന്റെ ശരീരം അടക്കം ചെയ്തത്. വിശുദ്ധന്റെ കൂടെ ശിഷ്യന്മാർ ആരും താമസിച്ചിരുന്നതായി കാണപ്പെടുന്നില്ല. അതിനാൽ വിശുദ്ധ ഫാരോയുടെ സന്യാസിമാർ ബ്രിയൂലിയയിലെ ചാപ്പൽ പരിപാലിക്കുന്നതിനും തീർത്ഥാടകരെ സഹായിക്കുന്നതിനുമായി 3 പുരോഹിതന്മാരെ നിയമിച്ചു. വിശുദ്ധ ഫിയാക്കറിന്റെ ചാപ്പൽ നിരന്തരമായ അത്ഭുത പ്രവർത്തനങ്ങളിൽ പ്രസിദ്ധമാണ്. 1568 വിശുദ്ധന്റെ തിരുശേഷിപ്പുകൾ മ്യൂക്സിലെ കത്തീഡ്രലിലേക്ക് മാറ്റിയെങ്കിലും കുറച്ചു ഭാഗം ബ്രിയൂലിയിൽ സൂക്ഷിച്ചിരുന്നു. ഫ്ലോറൻസിലെ നാടുവാഴികൾക്ക് 1527 1695 ഈ തിരുശേഷിപ്പുകൾക്ക് കുറച്ച് ഭാഗങ്ങൾ ലഭിക്കുകയും അതവർ ടോപ്പോയിലെ ഒരു ചാപ്പൽ പണിത് സൂക്ഷിക്കുകയും ചെയ്തു. ബ്രീ പ്രവിശ്യയുടെ മധ്യസ്ഥനായിരുന്ന വിശുദ്ധ ഫിയാക്കറിന്റെ നാമധേയത്തിൽ നിരവധി ദേവാലയങ്ങൾ ഫ്രാൻസിലുണ്ട്. വിശുദ്ധന്റെ നാമം ഫ്രാൻസിൽ പ്രസിദ്ധമായി തീർന്നിട്ട് 1000-ലധികം വർഷമായി. വിശുദ്ധന്റെ മധ്യസ്ഥതയിൽ നിരവധി അത്ഭുതങ്ങൾ നടന്നിട്ടുള്ളതായി പറയപ്പെടുന്നു. മിയൂക്സിലെ മെത്രാനായിരുന്ന എം സെബ്രയിൽ, ബ്ലോയിസിലെ പ്രഭുവായിരുന്ന ജോൺ ഒന്നാമൻ എന്നിവർ വിശുദ്ധന്റെ മധ്യസ്ഥതയാൽ തങ്ങൾക്ക് ലഭിച്ച രോഗശാന്തിയെക്കുറിച്ച് ആധികാരികമായി സാക്ഷ്യം നൽകിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇന്നത്തെ ചിന്താവിഷയം എന്താണെന്ന് ശ്രദ്ധിക്കാം. പരാജയങ്ങളും ദുരിതങ്ങളും നമ്മുടെ ജീവിതത്തെ പിന്നോട്ട് വലിക്കുമ്പോൾ നിരാശപ്പെട്ട് തളർന്നു പോകരുത്. കാരണം ലക്ഷ്യസ്ഥാനത്തേക്ക് അമ്പെയ്യുമ്പോൾ അത് ആദ്യം പിന്നിലേക്ക് വലിച്ചാണ് മുന്നോട്ടേക്ക് വിടുന്നത്. എത്രത്തോളം പിന്നിലേക്ക് വലിക്കുന്നുവോ അത്രത്തോളം ശക്തിയോടെ അത് ലക്ഷ്യത്തിലേക്ക് എത്തും. ആത്മവിശ്വാസത്തോടെ മുന്നേറുക. ജീവിത വിജയം ഉറപ്പാണ്. ഏവർക്കും നന്ദി.